എടാ കസാക്കിസ്ഥാനിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ എക്സാം എഴുതി പാസ്സാവണ്ടേ, നല്ല ലൈസൻസ് കിട്ടുള്ളൂ. അഥവാ പാസ്സാവാണ്ട് ഇന്ത്യയിൽ വന്നിട്ടും കാര്യമില്ല. കാരണം NNC നിയമപ്രകാരം ജോബ് ചെയ്യണമെങ്കിൽ അത് പാസ്സാവും വേണം. കൂടുതൽ എക്സാം ഇല്ലാത്തൊരു കൺട്രി നോക്കണതായിരിക്കും നല്ലത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ കസാക്കിസ്ഥാനിൽ ഇത്ര കാലമായിട്ടും ഈ ഒരു എൻ്റെ എക്സ്പീരിയൻസിൽ ഇത്രയും വർഷത്തിനിടയിൽ കസാക്കിസ്ഥാനിലെ സ്റ്റേറ്റ് എക്സാം ലൈസൻസ് എക്സാം എഴുതിയിട്ട് ഫെയിലായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ പറയട്ടെ, ആ ഒരു എക്സാം പോലും പാസ്സാകാൻ പറ്റാത്ത ഒരാൾ പിന്നെ ഡോക്ടർ ആവാതിരിക്കുന്നത് നല്ലത്. മാത്രമല്ല എക്സാം സിസ്റ്റം തന്നെ വളരെ ഈസിയാണ്. MCQ ഒക്കെ ആയിട്ടാണ് വരുന്നത്. വളരെ ഈസി ആയിട്ടാണ് അതിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതും ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസാണ് എക്സാമിന് വരിക. അതായത് ഒരാഴ്ച മുമ്പാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വരും. അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരിക. സോ അത് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചുള്ള ഈസി ആയിട്ട് പാസ്സാവാം. അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എക്സാം ഒന്നും അതായത് പഠിക്കാതെ പാസ്സായി പോകണം, സ്റ്റേറ്റ് എക്സാം ലൈസൻസ് എക്സാം ഇല്ലാതെ ലൈസൻസ് കിട്ടണം, ഇതൊക്കെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എളുപ്പത്തിലൊരു ഡിഗ്രി വാങ്ങിയിട്ട് വരിക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ FMGയും പാസ്സാകാൻ പറ്റില്ല. ഗൾഫ് കൺട്രീസൊക്കെ അവിടെ ഈ പറഞ്ഞ ലൈസൻസ് എക്സാം ഉണ്ട്. ഇന്ത്യ എന്തുകൊണ്ടാണ് FMG എക്സാം വെച്ചത്? ഇനിയിപ്പോൾ വരുന്ന വർഷം 2020 NMCയുടെ പുതിയ ഇതനുസരിച്ച് നെക്സ്റ്റ് എന്നുള്ള എക്സാം, നാഷണൽ നെക്സ്റ്റ് എക്സാം വരികയാണ്. അത് ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എഴുതണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കും അതെന്തിനാണ് എഴുതുന്നത് ചോദിക്കാമല്ലോ. ഒരു രാജ്യം ആഗ്രഹിക്കുകയാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് നല്ല ക്വാളിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതെങ്ങനെ തെറ്റാകുക? അല്ലെങ്കിൽ അത്തരത്തിൽ കുറുക്ക് വഴി നോക്കുന്നവർക്ക് അത്തരത്തിൽ രാജ്യങ്ങൾ പോയി അത്തരത്തിൽ യൂണിവേഴ്സിറ്റികൾ പോയിട്ട് എടുക്കാം. അതല്ല, അത് നമുക്ക് വേറൊന്നും പറയാനില്ലല്ലോ.